നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് അഷ്ടമി രോഹിണിയെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ വ്രതങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ വർഷത്തെ ജന്മാഷ്ടമി ഓഗസ്റ്റ് 26 തിങ്കളാഴ്ചയാണ് വരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദിനമായിട്ടാണ് അഷ്ടമി രോഹിണി നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ദിനത്തിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കണം. അപ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടുന്നത് എന്ന് വെച്ചാൽ ആ ദിവസമല്ല, അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടുന്നത്. തലേ ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലമുണ്ടാകുന്നതാണ്. അത് ജീവിതത്തിൽ വലിയ രീതിയിൽ നമുക്കത് നേട്ടം കൊണ്ടുവരുന്നതാണ്. കാരണം ജന്മാഷ്ടമി എന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ്. ആ ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിട്ട് വരുന്ന ദിനത്തിലാണ് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി അവതാരമെടുത്തത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ വീട്ടിലുള്ളവർ എല്ലാവരും, കൊച്ചു കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് വ്രതമെടുത്തിരുന്ന് നോക്കുക. കാരണം എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ഫലമുണ്ടാകുന്നതുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ അത്താഴത്തിന് ധാന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പാലോ പഴമോ മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അന്ന് ലഘുഭക്ഷണം മാത്രങ്ങളെ കഴിക്കാവൂ. അത് നമ്മുടെ മനസ്സിലെപ്പോഴും കണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജന്മാഷ്ടമി ആ ദിവസത്തിൽ നമ്മൾ അതിൻ്റെ തലേ ദിവസം രാവിലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതിനുശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പറ്റണം. കാരണം ഭാഗവതം നമ്മൾ വായിക്കുക. ആ ശ്രീകൃഷ്ണ അവതാരമൊക്കെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം നമുക്ക് പിന്നൊന്നുമില്ല. കാരണം ആ ദിവസങ്ങളിൽ പിന്നെ അതേ കണക്ക് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായ ആ ദിവസം നമ്മൾ പാൽപ്പായസം വയ്ക്കുക. സന്തോഷത്തോട് പാൽപ്പായസമൊക്കെ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കുക. ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഫോട്ടോയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ വിചാരിച്ച് ആ തുളസിയിലയും കൂടെ പറിച്ച് നമ്മൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ കൊണ്ട് ചെന്ന് നിട്ടു നോക്കുക ആ പാൽപ്പായസത്തിലേക്ക്. അപ്പോഴും തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നത് കഴിച്ചിരിക്കും. അത് കഴിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ കഴിച്ചിരിക്കും അന്നേ ദിവസം വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണന് കൊടുത്ത് വെണ്ണ നിവേദ്യവും ഒക്കെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ആ മാറ്റങ്ങൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അന്ന് ആ ദിവസം നമുക്ക് സംഭവിക്കുന്നത്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത്. ആ ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ തീർച്ചയായിട്ടും വ്രതമനുഷ്ഠിച്ചിരിക്കണം. നമ്മളെ വീട്ടിൽ പാൽപ്പായസം വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന് കൊടുത്തിരിക്കണം. അതേ കണക്കിന് വെണ്ണ നിവേദ്യം ഇതെല്ലാം ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ദിവസം തന്നെ തുളസിയിലയിട്ടുള്ള വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് വൈകുന്നേരം നമുക്കതിൻ്റെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. എന്തുവായാലും വ്രതം അവസാനിപ്പിക്കണം നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തണം. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നമ്മൾ ആ ദിവസം നടത്തിയിരിക്കണം. ഏത് ദേവൻ്റെ ഉപാസകനായ ആരാണെങ്കിൽ പോലും ശരി തന്നെ അന്നാ ദിവസം നമ്മൾ കൃഷ്ണക്ഷേത്രത്തിൽ പോയിരിക്കണം. അതിൻ്റെ ഫലം നമുക്ക് 10 മടങ്ങാണ്. കാരണം അതങ്ങനെയാണ്. അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നിലവിളക്കൊക്കെ അതിരാവിലെ നിലവിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം. നമ്മളുടെ കണി കാണുമല്ലോ, മനസ്സിലായില്ലേ, വിഷുവിൻ്റെ അന്ന് എന്ന് പറയുന്ന അതേ കണക്ക് തന്നെയാണ് രാവിലെ വന്ന് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും അതേ കണക്കിന് നമ്മളെ വീട്ടിലാണെങ്കിൽ വിളക്കെല്ലാം കത്തിച്ച് നല്ല രീതിയിൽ പ്രതിഷ്ഠ കൃഷ്ണരൂപമൊക്കെ നല്ല രീതിയിൽ അങ്ങ് ഒരുക്കണം. നല്ല രീതിയിൽ ഒരുക്കി ഒരു മാലയൊക്കെ അങ്ങോട്ട് ചാർത്തി നോക്കണം.
ആ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ഉയരാൻ പറ്റും, ആ രീതിയിലൊക്കെ നമുക്ക് ഉയരാൻ പറ്റും. അല്ലാതെ അന്നേ ദിവസം വന്ന് മത്സ്യമൊന്നും കഴിക്കാൻ പാടില്ല, മാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ആ ദിവസം വ്രതമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും ആ ദിവസം പശുവിന് ധാരാളം ആഹാരങ്ങളൊക്കെ കൊടുക്കുക. അതേ കണക്ക് തന്നെ ഈ പറയുന്നുണ്ടല്ലോ, പാൽപ്പായസം കഴിച്ചാലും പശുക്കുട്ടിക്കും പശുവിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക, അതൊക്കെ നല്ല പുണ്യങ്ങളാണ്. അതേ കണക്ക് തന്നെ കൊച്ചു കുട്ടികൾക്ക് മധുരം കൊടുക്കുക, അതൊക്കെ എവിടെ ഇപ്പോൾ എന്ത് കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള അംഗൻവാടിയിലൊക്കെ എന്ത് ചെയ്യുന്നു, പല കാര്യത്തിനകത്ത് കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. കാരണം ആ ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. കൊച്ചു കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ അറിയാം കൃഷ്ണരൂപം അല്ലേ. അതാണ് നമ്മൾ നേർച്ചയായിട്ട് തൊട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ വീടുകളിലൊക്കെ ആ ദിവസം കൊച്ചുങ്ങളെ കൃഷ്ണൻ്റെ രൂപത്തിൽ നമ്മളെ ഇരുത്തിക്കൊണ്ട് തൊട്ടിലാട്ടുന്നതിൻ്റെ കാരണങ്ങളൊക്കെ അതാണ്. ആ ദിവസം നമ്മൾ കറക്റ്റായിട്ട് സ്ത്രീകൾ അതായത് നല്ല കുട്ടികളെ ജനിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് മക്കളില്ലാത്തവർ ആ ദിവസം ഒന്ന് വ്രതമെടുത്ത് നോക്ക്. വ്രതമെടുത്തുകൊണ്ട് വന്നിട്ട് ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികളില്ലാത്തവരൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. തൊട്ടിലിടുന്ന ഒരു കൃഷ്ണരൂപമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും കുട്ടികളില്ലാത്തവർ കുട്ടികൾ വരെ ഉണ്ടാവും. ഇതെല്ലാം ശ്രീകൃഷ്ണനാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് സാധ്യമാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈ പറയുന്ന അഷ്ടമി രോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണ ജയന്തി ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. വ്രതമെടുത്തിരിക്കണം. ഉറപ്പായും വ്രതമെടുത്ത് നല്ല രീതിയിൽ ഭാഗവത പാരായണമൊക്കെ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിറവേറ്റാനുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ച് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റുക. ജീവിതത്തിലെ ഉയർച്ചയ്ക്കാണെങ്കിൽ, ജോലിയുടെ കാര്യമാണെങ്കിൽ, എന്തു തന്നെയായാലും ശരി തന്നെ ആ ദിവസം നിങ്ങൾ വ്രതമെടുത്ത് രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പാൽപ്പായസമൊക്കെ വെച്ച് നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഗുരുവായൂരും കൂടെ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. അതിൽ പരം പുണ്യം പിന്നെ വേറെ ഒന്നുമില്ല. എങ്കിൽ പോലും ശ്രീകൃഷ്ണ ക്ഷേത്രം, നമ്മുടെ അടുത്തുള്ള ക്ഷേത്ര ദർശനം, ഭഗവാൻ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അന്നേ ദിവസം നടത്തിയിരിക്കണം. പ്രാവശ്യത്തെ ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു പോകുക. ആയുരാരോഗ്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്കുണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.